ഇത് ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാള് മുത്താണ്. വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് അത് ആദ്യം തന്നെ അടിച്ചു മാറ്റായിരുന്നു. ജിൻഡോയെ ചേർത്ത് പിടിച്ച് ഒരേ സ്വരത്തില് നമ്മുടെ സായിയും അഭിഷേകും കൂടി ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവില് പറഞ്ഞൊരു കാര്യമാണ്. ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് ഗാർഡൻ ഏരിയയിലെ ക്യാമറയിൽ അഭിഷേക് സായി ഒരു മൂമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ജിൻഡോ വരുന്നതിന് മുമ്പ് ഇവര് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു മൂമെന്റ്. സായി ആ ഒരു ഡയമണ്ട് അഭിഷേകിന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്നു, എനിക്ക് ഇവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതിലെ ട്രസ്റ്റ്, എനിക്ക് അതൊക്കെയാണ് എല്ലാം. ഇവനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല, വിലമതിപ്പുള്ളതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കല്ല് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നാടകീയമായ ഡയലോഗ് അഭിഷേക് അടിക്കുന്നുണ്ട്. സായിയും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അഭിഷേകിന് അത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അഭിഷേക് അത് മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് ജിൻഡോ ആ വഴി പോയത്. പുള്ളി അടുത്തേക്ക് വിളിച്ച് ക്യാമറയിൽ ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഈ പുള്ളി മുത്താണ്, ഈ പുള്ളി അടിച്ചു മാറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ജിൻഡോ പറയുന്നു, ഗസ്റ്റുകൾക്ക് ഞാൻ കൊടുത്ത വാക്കായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. ഏറ്റവും എളുപ്പത്തിൽ എനിക്കത് അടിച്ചു മാറ്റാൻ പറ്റുമായിരുന്നു, ഞാനത് ചെയ്തില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ അത് വിശ്വാസവഞ്ചനയാവും. സായിയും അഭിഷേകും രണ്ടുപേരും ഇതിനെ ശരിവെക്കുന്നുണ്ട്. കറക്റ്റ് കാര്യമാണ് കേട്ടോ. ജിൻഡോ എല്ലാ തികഞ്ഞ ബുദ്ധിമാനായ ഒരു ഗെയിമറാണ്. പക്ഷെ പുള്ളിക്ക് പാളിപ്പോയ ആ ഒരു കളിയാണ് ഈ ഒരു കളി. ആ ഒരു കല്ല് ഒരു ദയം കൂടാതെ അടിച്ചു മാറ്റാമായിരുന്നു പുള്ളിക്ക്. അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ നോമിനേഷൻ ഫ്രീ കാർഡും കിട്ടിയാണ്. ഇതിപ്പോ ലാലയുടെ പവർ ടീം കൺസെപ്റ്റും ട്വിസ്റ്റ് ചെയ്തു, കല്ല് എടുക്കാനും പറ്റിയില്ല, പവർ ടീമും കിട്ടിയില്ല. അങ്ങനെ ആകെ മൊത്തം ചെകുത്താനും ഇല്ല കടലും ഇല്ല എന്നുള്ള അവസ്ഥയായി പോയി. ബെസ്റ്റ് ടീം അവാർഡും പിന്നെ കുറച്ച് വൗച്ചറും ലഡുവും മേടിച്ച് ബിഗ് ബോസ് പുള്ളിയെ നൈസായിട്ട് ഉണ്ണാക്കാനാക്കിയിട്ടുണ്ട്. ചില ഗെയിമുകൾ അങ്ങനെയാണ്, ബുദ്ധി കൊണ്ടല്ലാതെ നമ്മൾ ഹൃദയം കൊണ്ട് കളിച്ചാൽ ചിലപ്പോൾ തോറ്റുപോയി എന്നൊക്കെ ഇരിക്കും കേട്ടോ. ഇത് ആ രീതിയിലുള്ള ജിൻഡോയുടെ ചെറിയൊരു പരാജയമാണ് ഒരു ഗെയിമർ എന്ന നിലയിൽ. പക്ഷെ ഇതും പോസിറ്റീവ് ആക്കി എടുക്കാനുള്ള ഒരു എല്ലാ അടവും പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് ഇനിയും ജിൻഡോയുടെ നല്ലൊരു ഗെയിം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഗെയിം കളിച്ച് തന്നെ ജിൻഡോ ഞെട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.